ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്കിലെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു 3-4 റീസൺസ് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. പലർക്കും അറിയാൻ മേലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ പലരുടെയും അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ് മെയിനായിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ പലരുടെയും അക്കൗണ്ടിൽ ഇപ്പം എന്നെ കാണുന്ന ഈ വീഡിയോ കാണുന്ന പലരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ്. ദാറ്റ് മീൻസ് നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് ലിമിറ്റഡ് ആണ്, ബാക്കിയുള്ള കണ്ടന്റുകളാണ് കൂടുതൽ. നമ്മുടെ ഓൺ കണ്ടന്റ് ലിമിറ്റഡ്, അതാണ് ലിമിറ്റഡ് ഒറിജിനാലിറ്റി. അതായത് ഒറിജിനൽ കണ്ടന്റ് ലിമിറ്റഡ്, ബാക്കി കണ്ടന്റുകൾ കൂടുതൽ. അതായത് മറ്റുള്ളവരുടെ എവിടെയെങ്കിലും ഒക്കെ കിട്ടുന്ന, ആരുടെ ആണെന്നൊന്നും ഇല്ല, നമുക്ക് ഫേസ്ബുക്ക് കിട്ടുന്നതും വാട്സപ്പിൽ കിട്ടുന്നതും ഒക്കെ അങ്ങ് ഫേസ്ബുക്ക് പ്രത്യേകിച്ച് പുതിയ പേജുകാർ, അതായത് ഇപ്പം പ്രൊഫൈല് പേജാക്കി മാറ്റിയേക്കുന്നവർക്ക് ഇതെന്താ ഇതിന്റെ പോളിസീസോ അങ്ങനെയുള്ള ഒന്നും അറിയത്തില്ല. അവരിങ്ങനെ ശരി പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കിയല്ലോ, ഡെയിലി എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ചെയ്യണം, പേജ് എൻഗേജ് ആയിട്ടിരിക്കണം എന്ന് പറയുന്ന അങ്ങനെ കുറച്ച് അറിവുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടിയത് വെച്ചിട്ട് ഇവർ കണ്ണിൽ കാണുന്ന മുഴുവൻ എന്തൊക്കെ വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും, ഇതൊക്കെ ഓൾറെഡി മറ്റ് പേജുകളിൽ ഓൺ കണ്ടന്റ് ആയിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും, നമ്മളിതൊന്നും അറിയുന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുന്നേ പോസ്റ്റ് ചെയ്തേക്കുന്ന സാധനം ഇപ്പം നമുക്ക് കിട്ടി, നമ്മൾ അങ്ങ് പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് ലിമിറ്റ് ആയിട്ട് മറ്റുള്ളവരുടെ കണ്ടന്റുകൾ അല്ലെ അവിടെ ഇവിടെയൊക്കെ കിട്ടുന്ന കണ്ടന്റുകളെല്ലാം ഓവർ ആയിട്ടുണ്ട്. അതാണ് ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ്. ഈ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാലോ നമ്മുടെ കണ്ടന്റ് അല്ലാത്ത ഏതൊക്കെ കണ്ടന്റുകളാണെന്ന് മുഴുവൻ. ഇങ്ങനെ ഒരു ഇഷ്യൂ നമ്മൾ കണ്ട ഉടനെ നമ്മൾ നമ്മുടേതായിട്ടല്ലാത്ത എല്ലാ കണ്ടന്റുകളും ഡിലീറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടത്തില്ല. കുറെ നാൾ കഴിയുമ്പോൾ കിട്ടും എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. പണ്ടൊക്കെ അങ്ങനെ 1-2 അല്ലെ ഒരു 10 പോസ്റ്റ് മറ്റുള്ളവരുടെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ AI വന്നതിന് ശേഷമാണ് ഇത്രയും ഇഷ്യൂ ആയിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കില്ല. നിങ്ങളുടെ ഓൺ കണ്ടന്റ് കണ്ടിന്യൂസ്, മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു ഇനി ഒന്നും ഞാൻ ഇടുന്നില്ല എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മളുടെ സ്വന്തം കണ്ടന്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കണം, പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനൊരു ഇത്ര ലിമിറ്റഡ് ടൈം ഒന്നുമില്ല. 1 മാസം മുതൽ 1 വർഷം വരെ വേണേൽ എടുക്കാം, 1 വർഷത്തിൽ കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ അത്ര കൂടുതൽ ടൈം പീരീഡ് പോകാൻ സാധ്യത കുറവാണ്. 1 മുതൽ 3 മാസത്തിനകത്ത് വരെ കിട്ടും. നമ്മുടെ പേജൊക്കെ കറക്റ്റ് ആക്കിയിട്ട് റിവ്യൂ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, റിവ്യൂ എടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് ഇരിക്കുക, നമ്മുടെ സ്വന്തം കണ്ടന്റ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് റീയൂസ്ഡ് കണ്ടന്റ്, അതായത് ഓൾറെഡി മറ്റുള്ളവർ ഇതുപോലെ തന്നെയുള്ള വേറൊരു ഇഷ്യൂ ആണ് റീയൂസ്ഡ്. ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റിന്റെ തന്നെ പര്യായ പദം എന്ന് നമുക്ക് പറയാം റീയൂസ്ഡ്. അതിനകത്ത് വരുന്ന 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ പേജിലിട്ട് ചിലപ്പോൾ മില്യൺസ് വ്യൂ കിട്ടിയ വീഡിയോ ആയിരിക്കും 1 മാസം മുന്നേ അല്ലെങ്കിൽ 2 മാസം മുന്നേ ഒക്കെ ഇട്ട കണ്ടന്റ്. പക്ഷെ നമ്മളിപ്പോൾ വിചാരിക്കുക ഇതിനെ ഒന്നുകൂടെ ഇട്ടാലോ, സെയിം എന്തായാലും 1 മില്യൺ വ്യൂ കിട്ടിയല്ലോ, അപ്പൊ ഇനിയും നമുക്ക് അതുപോലെ വ്യൂ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ സെയിം കണ്ടന്റ് എടുത്ത് നമ്മുടെ സെയിം പേജിൽ ഇട്ടാൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആകും കേട്ടോ. അത് തന്നെ മറ്റുള്ളവരുടെ ആണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒന്നേ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് ലിമിറ്റ് ഇല്ലാതെ മറ്റുള്ളവരുടെ കണ്ടന്റുകളാണ്, നമ്മുടെ കണ്ടന്റ് ലിമിറ്റഡ്. പക്ഷെ റീയൂസ്ഡ് അങ്ങനെയല്ല. 1-2 പോസ്റ്റുകൾ ഇപ്പൊ റീയൂസ്ഡ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്നാലും അതിനെ റീയൂസ്ഡ് ആയിട്ട് കരുതും കേട്ടോ. അതുകൊണ്ട് റീയൂസ്ഡ് കണ്ടന്റ് ഈവൻ നമ്മുടെ തന്നെ വീഡിയോ ആണെങ്കിലും നമ്മൾ നേരത്തെ ഇട്ടിരുന്നത് എടുത്ത് അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് പേജുകളിൽ കിടക്കുന്ന സാധനമാണെങ്കിലും എടുത്ത് നമ്മളുടെ പേജുകളിൽ ഇട്ടിട്ട് വ്യൂ കിട്ടുന്നതിന്, വാച്ച് അവർ കിട്ടുന്നതിനാണ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ പേജിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള മറ്റൊരു ഇഷ്യൂ ആണ് ഫ്ലാഗ്ഡ് കണ്ടന്റ് അല്ലെ ഫ്ലാഗ്ഡ് പേജ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇഷ്യൂ വരുന്നത്. പലർക്കും അറിയില്ല എന്താണ് ഈ ഫ്ലാഗ്ഡ് പേജ് എന്ന് പറഞ്ഞ് വരുന്നത്, ഇതെന്നാന്നുള്ള കാര്യം പലർക്കും അറിയില്ല. മെയിനായിട്ട് ഫ്ലാഗ്ഡ് പേജ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിനെ ആരെങ്കിലും ഒരാൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ഈ ഫ്ലാഗ്ഡ് കണ്ടന്റ് വരാൻ തന്നെ കാര്യം ഓൾവേസ് നമ്മളിപ്പം വിചാരിക്കും നമ്മുടെ ഈ കോടിക്കണക്കിന് അക്കൗണ്ട് ഉള്ളിടത്ത് നമ്മുടെ ഈ പേജിൽ എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ എന്നാണ്. പക്ഷെ ഇതൊന്നുമല്ല. നമ്മുടെ കമന്റുകൾ, നമ്മുടെ പ്രൊഫൈല്, നമ്മളിടുന്ന പിക്ചേഴ്സ്, നമ്മളിടുന്ന പോസ്റ്റുകൾ, ടെക്സ്റ്റുകൾ, ഇതെല്ലാം അവര് ഡീപ്പായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. AI ആണ് ഇപ്പം ഡിറ്റക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പേരുടെ പേജ്
വളരെ പെട്ടെന്ന്. പണ്ടൊന്നും ഇങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞാനൊക്കെ ഇഷ്ടംമാതിരി കണ്ടന്റുകൾ വർഷങ്ങൾക്ക് മുന്നേ ഇട്ടിട്ടുണ്ട്. അന്നൊക്കെ എന്റെ മോണിറ്റൈസേഷൻ ഒന്നും ഒരു പ്രോബ്ലം വന്നിട്ടില്ല. ഇപ്പോഴാണ് എല്ലാവരുടെയും പേജ് നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ കണ്ടന്റ് ഇടുമ്പോൾ അത്രയും സൂക്ഷിച്ചും കണ്ടും വേണം ഇടാൻ. അപ്പൊ ഈ ഫ്ലാഗ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേജ് ഡീപ്പായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ടീം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, AI വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു എന്തെങ്കിലും സിമിലാരിറ്റി നമ്മുടെ പേജിലെ മറ്റ് പേജുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫ്ലാഗ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് പോകും. ദാറ്റ് മീൻസ് ആരെങ്കിലും ഒരാൾ നമ്മുടെ പേജിന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ വീണ്ടും ഡീപ്പ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ റിപ്പോർട്ട് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഫ്ലാഗ്ഡ് കണ്ടന്റിലേക്ക് പോകാനുള്ള മെയിൻ റീസൺ റിപ്പോർട്ടാണ്. പക്ഷേ ഫേക്ക് റിപ്പോർട്ട് ആരെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ കൊടുത്തെന്നും പറഞ്ഞൊന്നും നമ്മുടെ പേജ് പോകത്തില്ല. അങ്ങനെ ഒരു ടെൻഷൻ ആർക്കും വേണ്ട. ആരെങ്കിലും എന്നാ ഇവനെ ഒന്ന് റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട്, അവന്റെ പേജ് പോക്കിക്കളയാം എന്നൊന്നും നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ഒരാൾ ഒരു പേജിന് റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് റീസണും കൊണ്ടായിരിക്കും ഇവരെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ആദ്യം നോക്കിയിട്ട് എന്തെങ്കിലും കഴമ്പ് അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ആ പേജിന് ഫ്ലാഗ്ഡ് കണ്ടന്റിലേക്ക് പോകത്തുള്ളൂ, അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഫ്ലാഗ്ഡ് കണ്ടന്റിലേക്ക് ഒരു പേജ് പോകത്തില്ല. അടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ സമയം തന്നെ കുറേ പ്രൊഫൈൽ ഉണ്ടാക്കുന്നു. ആ പ്രൊഫൈലിൽ നിന്ന് ഒത്തിരി പേജുകൾ ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതേ നിമിഷം തന്നെ ഒരു 100 റിക്വസ്റ്റ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നു. മനസ്സിലായോ? പെട്ടെന്നൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് തന്നെ കുറെ പേജുകൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് കുറെ റിക്വസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് സംശയം വരും, ഇതെന്നാടാ ഇതുവരെ ഇല്ലാത്തൊരു സാധനം പെട്ടെന്ന് അപ്പൊ ഇതെല്ലാം അവരുടെ ടെക്നോളജി ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആയാലും നമ്മൾ ഫ്ലാഗ്ഡ് കണ്ടന്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. അടുത്തായിട്ട് നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഫ്രണ്ട്സ് ഇല്ല, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇല്ല, നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, നമ്മുടെ ഫോൺ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ നമ്മുടെ ഒരു ഡീറ്റെയിൽസും ഇല്ല, ഫേക്ക് ഫോട്ടോ വെച്ചേക്കുന്നു. അതായത് ഫേക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ എന്നിട്ട് അതിൽ നിന്ന് ഫേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നേച്ചറിന്റെ ഇതിന്റെയൊക്കെ ഫോട്ടോ വെച്ചേക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. അതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞേക്കുന്ന പോലുള്ള ഒത്തിരി ഫ്രണ്ട് റിക്വസ്റ്റുകൾ അങ്ങനെ പോവുക, ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ അതിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാവുമ്പോഴും അതും ഫ്ലാഗ്ഡ് കണ്ടന്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് സ്പാം ലിങ്കുകൾ. നമ്മൾ ഇന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നതുപോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് സ്പാം ആയിട്ടുള്ള ലിങ്കുകൾ പലപ്പോഴും ഹാക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഏതെങ്കിലും ഹാക്കിംഗ് ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന അത് ഫേസ്ബുക്ക് ഡിറ്റക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് നമ്മുടെ നഷ്ടപ്പെട്ടിരിക്കും. അതുകൊണ്ട് സ്പാം ആയിട്ടുള്ള ലിങ്കുകൾ, അതുപോലെ സ്പാം ആയിട്ടുള്ള ഗീവ് അവേ, നിങ്ങൾ ഇന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന പ്രൈസ് ഞങ്ങൾ ഗീവ് അവേ തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇതെല്ലാം ചെയ്യും. പക്ഷേ ഇവർ ഗീവ് അവേയിൽ ആ പറഞ്ഞ സാധനം കൊടുക്കത്തില്ല, ഫേക്ക് ആയിട്ടുള്ള ഗീവ് അവേ. അങ്ങനെയാണെന്നെങ്കിൽ അത് നമ്മുടെ ഫ്ലാഗ്ഡ് കണ്ടന്റിലേക്ക് പോകും. അടുത്തതായിട്ട് നമ്മളിപ്പോ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ അതിനകത്ത് ബൂസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ പേജിനെ ബൂസ്റ്റ് ചെയ്ത് ഹൈപ്പ് കൊടുക്കാനായിട്ട് നോക്കും. ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന 30 days അതിന് അവരുടെ ചെക്കിംഗ് വാലിഡിറ്റി ഉണ്ട്. ഒരു 30 days കഴിഞ്ഞെങ്കിലേ ശരിക്കും ആ പേജ് നല്ല രീതിയിൽ റൺ ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. പേജിലെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ കാര്യം പറയുന്നത് കേട്ടോ. ഈവൻ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്താൽ പോലും നമുക്ക് 1 month കഴിഞ്ഞാലേ അതിന് ലൈവ് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്താൽ, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉടനെ അതിനെ ബൂസ്റ്റ് ചെയ്യുന്നു. ആ പേജ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ പൈസയൊക്കെ കൊടുത്തിട്ട് കുറേ ബൂസ്റ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത ഉടനെ അതിനകത്തൊരു 10, 20, 25, 30 ഒക്കെ പോസ്റ്റുകൾ ഒറ്റയടിക്ക് വിതിൻ സെക്കൻഡിൽ, അതായത് അത് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പാമി കണ്ടന്റുകളൊക്കെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഫേക്ക് ന്യൂസുകൾ, നിങ്ങൾ ഇന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് കിട്ടും, അവിടെ പ്രൈസ് ഉണ്ട്, നിങ്ങൾ ഇവിടെ ഇത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും കാണുമല്ലോ ഫേസ്ബുക്കിലും ഫേക്ക് ആയിട്ടുള്ള കുറെ ഓഫറുകൾ. നിങ്ങൾ ഇന്നതുപോലെ ചെയ്ത്, അപ്പൊ പാവങ്ങളൊന്നും അറിയത്തില്ല, ശരി നമുക്കത് ഷെയർ ചെയ്തേക്കാം, ഇതല്ലേ ഇതിന് ലൈക്ക് ചെയ്തേക്കാം, ഇത്ര പേർക്ക് ടാഗ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്പാം ആയിട്ടുള്ള പോസ്റ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ എങ്ങനെയും പറ്റിക്കുക, അവരെ ട്രാപ്പിൽ പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള പേജുകളാണെന്നുണ്ടെങ്കിൽ അതും ഫ്ലാഗ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന ആ ഓപ്ഷനിലേക്ക് പോയി. ഫ്ലാഗ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര പ്രയാസമാണ് നമുക്ക് നമ്മുടെ പേജ് തിരിച്ചു കിട്ടാൻ. ഫ്ലാഗ്ഡ് കണ്ടന്റ് വരാതിരിക്കാൻ മാക്സിമം നമ്മൾ
ശ്രമിക്കുക കേട്ടോ. ഫ്ലാഗ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ടെമ്പററിലി നമ്മൾ റെസ്ട്രിക്റ്റ് ആകും. മോണിറ്റൈസ് ആയവരാണെങ്കിൽ അവരുടെ മോണിറ്റൈസേഷൻ പോവും. അല്ലാതെ മോണിറ്റൈസേഷൻ ഒന്നും ആകാതെ നമ്മൾ ഫ്ലാഗ്ഡ് കണ്ടന്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പേജിൽ കയറി നോക്കാനുള്ള ആ ഒരു ഓപ്ഷനൊക്കെ ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പം ആ സമയത്ത് നമ്മൾ ID വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ID വെരിഫിക്കേഷൻ ചെയ്തു, നമ്മുടെ പ്രൊഫൈല് റിയൽ പിക്ചർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ പിക്ചർ ഇട്ട് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീസൺ, ഫ്ലാഗ്ഡ് കണ്ടന്റ് പല റീസണും കൊണ്ട് വരുന്നുണ്ട്, ഈ ഒരു റീസൺ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ശരിയായി കിട്ടത്തുള്ളൂ കേട്ടോ. മാം നേരത്തെ പറഞ്ഞ റീസൺസ് ഒന്നും ഈ ഫ്ലാഗ്ഡ് കണ്ടന്റിന് നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള റീസൺസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ശരിയാക്കി എടുത്താൽ നമുക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ ആണെങ്കിലും നമ്മുടെ പേജ് ആണെങ്കിലും തിരിച്ചു കിട്ടും. അടുത്തതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് യുവർ പ്രൊഫൈൽ ലോസ്റ്റ് ആക്സസ് ടു സം മോണിറ്റൈസേഷൻ ടൂൾസ്. സി വൈ വാട്ട് ഹാപ്പൻ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ യുവർ പ്രൊഫൈൽ ഈസ് കണക്റ്റഡ് ടു ആൻ എൻറ്റിറ്റി ദാറ്റ് അവർ ടെക്നോളജി ഡിറ്റർമൈൻഡ് ഹാസ് ഗോൺ അഗൻസ്റ്റ് അവർ മോണിറ്റൈസേഷൻ റൂൾസ്. അതായത് എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു റീസൺ, അതെന്തുകൊണ്ടാണ് നമ്മുടെ ഫേസ്ബുക്കിൽ വന്നിട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പലർക്കും അറിയാത്ത ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു വർഷങ്ങളായിട്ട് നമുക്കുള്ള പ്രൊഫൈല്, അതിനകത്ത് ഒരു 5 6 അല്ലെങ്കിൽ ഒരു 10 പേജ് ഉണ്ടോയെന്ന് വെച്ചോ. അതിനകത്ത് കുറേ പേജുകൾ നമ്മൾ മോണിറ്റൈസേഷൻ കിട്ടിയ പേജാണ്. നമ്മൾ മോണിറ്റൈസേഷൻ ആയ ഒരു പേജിൽ നിന്ന് നമ്മൾ വേറൊരു പേജിലേക്ക് കൊളാബ് ചെയ്യുമല്ലോ, കൊളാബ് ചെയ്യും, നമ്മൾ ടാഗ് ചെയ്യും ഒക്കെ ചെയ്യും. കൊളാബ് ടാഗ് ഒക്കെ ചെയ്യുമ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ റിയലായിട്ട് പോസ്റ്റ് ചെയ്യുന്ന പേജിനകത്ത് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ, കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ഇതുപോലെ ഈ പറഞ്ഞേക്കുന്ന അല്ലെ ഈ ഫ്ലാഗ്ഡ് കണ്ടന്റ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഈ പേജിന് വന്നു കഴിഞ്ഞാൽ ശരിക്കും അടുത്ത പേജിനും ഈ ഇഷ്യൂ വരും. അതായത് തേർഡ് പാർട്ടിയിലാണ്, നമ്മൾ ഡയറക്റ്റ് ചെയ്തല്ല, ആ പേജിനകത്ത് നമ്മൾ ചെയ്തൊന്നുമല്ല, പക്ഷെ നമ്മൾ ആകെ ചെയ്ത് അവരുടെ ടാഗ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, അല്ലെ അവരുടെ കൊളാബിന്റെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന ഒരു സംഭവമാണ് എൻറ്റിറ്റി എന്ന് പറയുന്ന സാധനം, മോണിറ്റൈസേഷൻ എൻറ്റിറ്റി. അതായത് നമ്മുടെ ഒരു തേർഡ് പാർട്ടിയുടെ ഇഷ്യൂ കൊണ്ട് നമുക്ക് വരുന്ന പ്രോബ്ലം, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്തേക്കുന്ന പ്രൊഫൈല്, എൻ്റെ റിനി സുരജ് എന്ന് പറയുന്ന ആ പ്രൊഫൈലിൽ നിന്ന് ഒരു 7 8 അല്ലെ 10 പേജ് ഉണ്ട്. അതിനകത്ത് ഒരു 3 4 പേജ് മോണിറ്റൈസ്ഡ് ആണ്, ബാക്കി മോണിറ്റൈസ് ആകത്തെ ഞാൻ വലിയ ആക്റ്റീവായിട്ടൊന്നും ഇല്ലാതിരിക്കുന്ന പേജാണ്. അപ്പം ആ പേജിലേക്ക് നമ്മൾ ഈവൻ ഈ പറഞ്ഞ പോലെ കൊളാബ് ചെയ്തില്ലെങ്കിൽ പോലും 3 മാസത്തിൽ, അതായത് ഇപ്പം ഞാനൊരു എൻ്റെ വീഡിയോയിൽ, എൻ്റെ പേജിൽ, എൻ്റെ റിയൽ പേജിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്തു, ഇന്ന് എനിക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി, അല്ലെങ്കിൽ ആരെങ്കിലും ഞാൻ ഇട്ട പോസ്റ്റിന് കംപ്ലൈൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതായത് കോപ്പിറൈറ്റ് അവരിട്ട സംഭവം ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തു എന്ന് വെച്ചു. അടുത്ത 3 മാസത്തിനകം എൻ്റെ സെയിം പേജിന് ഏതെങ്കിലും 2 എണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ടോട്ടല് 3 കംപ്ലൈൻറ്റ്, 3 ഇഷ്യൂസ്, അതായത് സോൾവ് ചെയ്യാൻ പറ്റാത്ത 3 ഇഷ്യൂസ് ഈ പേജിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാ പേജും, ആ പ്രൊഫൈലിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന എത്ര പേജാണോ ആ മുഴുവൻ പേജിന്റെയും മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോയിരിക്കും. അതേസമയം ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാ പേജിനും പ്രോബ്ലം ഇത്. ഇതുപോലെ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഇഷ്യൂകൾ ഒന്നും നമ്മുടെ എല്ലാ പേജിനെയും ബാധിക്കുന്ന സാധനമല്ല. അതായത് ഈ എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത്രയും വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ഈ പേജുകളിൽ വന്നു കഴിഞ്ഞാൽ, ഈ പേജ് ഏതെങ്കിലും ഒരു പേജ് അല്ലെങ്കിൽ നമ്മളുടെ ഈ 10 പേജുകളിൽ ഏതെങ്കിലും 3 പേജിൽ 3 മാസത്തിനകം ഏതെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും എല്ലാ പേജിന്റെയും മോണിറ്റൈസേഷൻ പോവും. നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അതിനകത്ത് ഒന്നും ഇടാറില്ല, ഞാൻ ഇവിടുന്ന് കൊളാബ് ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല, ഞാൻ അതിനകത്ത് സെപ്പറേറ്റ് വീഡിയോസ് തന്നെ ഇടുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും അതുപോലുള്ള വയലേഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പേജിന്റെയും മോണിറ്റൈസേഷൻ ഒറ്റയടിക്ക് പോയിരിക്കും. നമുക്ക് എല്ലാ പേജിന്റെയും മെയിൽ നമുക്ക് വരും, നിങ്ങളുടെ ഇന്ന പേജിന്റെ മോണിറ്റൈസേഷൻ പോയി, ഇന്ന പേജിന്റെ വിത്തിൻ സെക്കൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ പേജ് എൻറ്റിറ്റി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് പോയിട്ടുണ്ട്. അതായി കഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ അന്നേരം CY എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ഏതൊക്കെ വീഡിയോസ് ആണ് ഇങ്ങനെ വന്നേക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് വീഡിയോയിൽ വന്നേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം നമ്മൾ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ
ഇട്ടുകൊണ്ടിരുന്നാൽ അതുവരെ നമ്മുടെ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ആയിരിക്കും, നമ്മുടെ പേ ഔട്ടിലേക്ക് ക്യാഷ് വരത്തില്ല, നമ്മുടെ വീഡിയോ നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ റെക്കമെൻഡേഷനും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, നമ്മുടെ മോണിറ്റൈസേഷൻ മാത്രമായിരിക്കും. പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് കിടക്കുന്നത്, ബാക്കി എല്ലാം നമ്മുടെ പോയിരിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല പാട്ടുകളും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അവരുടെ റവന്യൂ ഷെയർ ചെയ്താൽ മാത്രം മതി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പേജിന് ഒരു ഇഷ്യൂ ഇല്ല, നമ്മൾ ആ ഇഷ്യൂസ് അക്സെപ്റ്റ് ചെയ്തു, അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ റവന്യൂ നിങ്ങൾക്ക് തരാൻ തയ്യാറാ എന്ന് പറഞ്ഞിട്ട് ചില കമ്പനികളുണ്ട്. അതേസമയം ചില പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈവൻ ഒരു സെക്കൻഡ് പോലും നമുക്ക് അവരുടെ അതിൽ നിന്ന് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരു പാട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ 1000 പാട്ടുകൾ വരും, അതിന്റെ റിയൽ വീഡിയോ തന്നെ അതിന്റെ ഫേക്ക് ഒക്കെ പലരും ഇട്ടേക്കും, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റിയിട്ട് ആ മ്യൂസിക് മാത്രം എടുത്തിട്ടിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി കാണാം. അതേസമയം ചില പാട്ടുകൾ നമ്മൾ സെർച്ച് ചെയ്താൽ ആ ഒരൊറ്റ പീസ് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. കാരണം നമ്മൾ ആ പാട്ട് പാടി നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെ യൂട്യൂബിലോ പോസ്റ്റ് ചെയ്യാൻ നോക്കിയാലും യൂട്യൂബിൽ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ എന്നാന്ന് വെച്ചാൽ ഇത് ബ്ലോക്ക്ഡ് ആണ്, നിങ്ങളുടെ മോണിറ്റൈസേഷനും വിസിബിലിറ്റിയും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒത്തിരി പാട്ടുകൾ എടുത്തിട്ട് എനിക്ക് ശരിക്കും തലയ്ക്ക് പ്രാന്തായിട്ടുണ്ട്. നമ്മൾ എത്ര സമയം എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന ആ മ്യൂസിക് വെച്ച് നമ്മൾ പാട്ട് പാടിയിട്ട് നമ്മൾ യൂട്യൂബിൽ അത് പബ്ലിഷ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ വിസിബിലിറ്റി ബ്ലോക്ക്ഡ് ആണ്, അത് ഓൾ ടെറിട്ടറിയിൽ ലോകത്ത് എവിടെ പോയാലും ഇത് ബ്ലോക്ക്ഡ് ആണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരൊറ്റ വീഡിയോ മാത്രമേ യൂട്യൂബിൽ അത് കാണത്തുള്ളൂ. അതേസമയം ഇതൊക്കെ ഫേസ്ബുക്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഇഷ്യൂസ് നമുക്ക് വരും. അതേസമയം യൂട്യൂബിൽ വരുന്ന പോലെ നമ്മളുടെ ഈ ഫേസ്ബുക്കിലാണെങ്കിലും നമ്മളുടെ ആ വീഡിയോ അങ്ങ് ബ്ലോക്ക് അറ്റ് ദ സെയിം ടൈം നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ബ്ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്യൂ വരത്തില്ല. പക്ഷെ ഫേസ്ബുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള അനുവാദം തരും, പക്ഷേ അത് നമ്മുടെ പേജിന് ഇഷ്യൂ വരും, നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇത് നിങ്ങളുടെ പേജിന് ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഇഷ്യൂ വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അന്നേരം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയം യൂട്യൂബിലാണെങ്കിൽ അവർ അന്നേരം ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഈ ഒരു 4 റീസൺസ് ആ മെയിനായിട്ട് നമ്മുടെ ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകാനുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോളൂ. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ റിമി സൈനിങ് ഓഫ്. ബൈ ബൈ.